ഫ്രണ്ട്സ്, മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൂന്തറ പുത്തമ്പള്ളിയിലാണ്. നബിദിനത്തോടനുബന്ധിച്ചിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള നെയ്ച്ചോറ് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 40-ലധികം കിൻഡലാണ് ഇവിടെ സംഭവം ഇന്ന് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. ടോട്ടൽ 8.5 തൊട്ടി, 4ാമത്തെ തൊട്ടി, 5, 6, 7, 8. ഒരു സെക്കൻഡാ ഇടാൻ പറ്റും. ഓക്കെ, വെളിച്ചെണ്ണ പാക്കറ്റ് വെളിച്ചെണ്ണ, സൺഫ്ലവർ, രണ്ടാമത്തെ സൺഫ്ലവർ, ഡാൽഡ, അടുത്തത് ഡാൽഡ, പൊടി, ഉപ്പ്, ഓക്കെ. റോസ് എസൻസ്, പൈനാപ്പിൾ എസൻസ് കഴിഞ്ഞ. അപ്പോൾ കൂട്ടെല്ലാം റെഡിയാക്കാൻ വേണ്ടി ഇവിടെ എല്ലാ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പൈനാപ്പിളും ഉണക്കമുന്തിരി കുറച്ച് വെള്ളത്തിയിട്ട് തിളപ്പിച്ചതും, അതുകൂടാതെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറേ മസാല കൂട്ടുകളൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിച്ചാക്കാണെങ്കിൽ ഇതാ ഈ സൈഡിൽ ഇരിപ്പുണ്ട്. ഏകദേശം ഒരു 10-50ഓളം അരിച്ചാക്കുകളാണെങ്കിൽ ഇരിപ്പുണ്ട്. 25 കിലോയുടെ അരികളാണ് ഇത്. ഈ സംഭവം ഇത് എത്ര കിലോയുടെ അരി? 50 കിലോയുടെ ഒരു വലിയ ചാക്കും ഒരു 5-6-50 കിലോയുടെ വലിയ ചാക്കും ഉണ്ട്. ഇവിടെ ഒരു 10-100-25 കിലോയുടെ അരിയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുക്കിങ്ങിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കാണിക്കുകയാണ്. അതായത് ചെമ്പൊക്കെയാണെങ്കിൽ ഇവിടെ സംഭവം നിരന്ന് ഇരിപ്പുണ്ട്. എല്ലാ സംഭവങ്ങളും ഇതാ റെഡി ആവാൻ വേണ്ടി പോകണം. ഏകദേശം 70ഓളം വലിയ ചെമ്പുകളാണ് സംഭവം ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ വെജിറ്റബിൾസിൻ്റെ കട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലേക്കാണ് ആക്ച്വലി നമ്മുടെ അരിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കഴുകി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അത് കാക്കയാണെങ്കിൽ ഇതാ കണ്ട, നമ്മൾ കാക്കയാണ് സംഭവം. അരിയൊക്കെ നല്ല രീതിയിലാണെങ്കിൽ ഇതാ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ചെമ്പിൽ എത്ര കിലോയുടെ അരി സംഭവം ഇടും? 50 കിലോ ഇട്ടിട്ട് ഒരു 7 പ്രാവശ്യം കഴിയുമോ? 7 പ്രാവശ്യം കഴിയും. അപ്പോൾ നമ്മൾ 3 പേരാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് കഴിയുന്നുണ്ട്. വേറൊരു കാക്കയുണ്ട്, അതുകൂടാതെ തന്നെ വേറൊരു ബ്രോയും ഉണ്ട്. ഇവിടെ നിന്ന് സംഭവം ഒരു 7 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഇതാ ഇപ്പുറത്തെ സൈഡിൽ ലാസ്റ്റത്തെ ഫേസായിട്ട് അതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടി ഇതിൽ നിന്നെടുത്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇടും. കണ്ടോ, ഇതിൽ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇടുന്ന വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറേ പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതുപോലെ ഈ ഒരു ഹോളുള്ള വലിയ ചെമ്പിലോട്ട് സംഭവം തട്ടുന്ന വെള്ളം കുറച്ചും കൂടെ മാറാൻ വേണ്ടി അതിനുശേഷം ലാസ്റ്റത്തെ ഫേസ് എന്നുള്ള രീതിയിൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് ക്ലീൻ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ സുഹൃത്ത് എല്ലാ സംഭവവും അരിയൊക്കെയാണ് ഇതാ കൊണ്ട് അടുത്ത കട്ടിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ആദ്യത്തെ ചെമ്പ് ഇതാ സംഭവം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. തട്ടാൻ വേണ്ടി പോവാണ്. അന്നത്തോളത്ത് മുറമായിരുന്നു കുറച്ചുകൂടെ വെള്ളം തിളച്ച് ആദ്യം നമ്മൾ കത്തിച്ച അടുപ്പിലോട്ടാണ് സംഭവം തട്ടാൻ വേണ്ടി. ഓക്കെ,
ഇളക്കിയോ ഓക്കെ ഇളക്കിക്കോ അടുത്ത ചെമ്പ് സംഭവം ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് ഷാനവാസും സൈറും കൂടെ ചേർത്തിട്ട് ഇതാ കൊണ്ടുപോവാണ്. നമ്മൾ രണ്ടാമത്തെ ചെമ്പിലോട്ട് സംഭവം രണ്ടാമത്തെ റൈസ് തട്ടാൻ വേണ്ടി പോവാണ്. ഇല്ലേ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അറിയാൻ വേണ്ടി പറ്റും. ഏകദേശം 70ഓളം ചെമ്പുകളിലായിട്ടാണെങ്കിൽ നെയ്ച്ചോറ് സംഭവം മേക്കിംഗ് ആണ് കേസ് നടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഒരു 6-7 ചെമ്പിലാണെങ്കിൽ സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ കുക്കിംഗ് ഒക്കെ ഓൾറെഡി സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഇഷ്ടംപോലെ ചെമ്പുകളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ രാവിലെ 4 മണിക്കകത്ത് തന്നെ എല്ലാ സംഭവം സെറ്റ് ആവും. കണ്ട സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ചെമ്പുകൾ ഇരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. 70ഓളം ആദ്യമായിട്ട് നമ്മളെ ചെമ്പിലാണെങ്കിൽ സംഭവം റൈസ് ആണെങ്കിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇതാ കാക്കാണെങ്കിൽ നമ്മുടെ ചീഫ് കുക്കാണെങ്കിൽ ഷെഫാണെങ്കിൽ ഇതാ എല്ലാ സംഭവം ഇതാ വെള്ളം വറ്റാൻ വേണ്ടി ഈ ഒരു ചെമ്പിലോട്ട് തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പരുവ അനുസരിച്ചിട്ടാണ് സംഭവം നോക്കി അതിൻ്റെ മസാല കൂട്ടെല്ലാം മണത്തിൽ തന്നെ കറക്റ്റായിട്ട് ആ കാക്കയാണെങ്കിൽ മനസ്സിലാക്കില്ല. എന്നിട്ട് കുറച്ച് സംഭവം എടുത്തിട്ട് ഒരു 20 കിലോ അടുപ്പിച്ചിട്ടുള്ള റൈസ് എടുത്തതിന് ശേഷം നമ്മൾ അപ്പുറത്തുള്ള മെയിൻ വലിയൊരു പാത്രം അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കൊണ്ട് തട്ടും. ഒരു വേവും കൂടെ അടച്ചു വയ്ക്കുമ്പോഴേക്കും സംഭവം നടക്കുക. അതാണ് സംഭവം അതിൻ്റെ പ്രോസസ്സിങ്. വലിയൊരു 4-5 ചെമ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സംഭവം റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ ഇപ്പുറത്ത് വളരെ ഫാസ്റ്റായിട്ടാണ് സംഭവം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 4ാമത്തെ ചെമ്പ് കഴിഞ്ഞ് ഇനിയിപ്പോഴത്തെ 5ാമത്തെ ചെമ്പിലെ റൈസ് സംഭവം വലിയ ചെമ്പിലോട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നില്ല അടി അടി
അവിടെ ഞാൻ ഒരു പൂര ഇല കഴുകി വെച്ചു. എവിടെ എവിടെ രമ്പല കഴുകണം. ഇനി അതിട്ട് സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് 2 എഡിറ്റ് ചെയ്യുള്ളൂ. ഫോട്ടോ ഉണ്ടല്ലേ വീഡിയോ ഇനി ഇത് കഴിഞ്ഞാലേ എഡിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് തൂക്കണ്ടേ? നീ ഇടം ചെറുപ്പാണ് അത് കയറ്റണം. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? വീട്ടിലാപ്പാടെ 3 പേരല്ലേ ഉള്ളു. വലിയ ചെമ്പിൽ എന്താണ് കൊണ്ടുപോണത്? എത്ര പേർക്ക് കൊണ്ടുകൊടുക്കാം? എത്ര പേർക്കാണ് വെച്ചിട്ട് വേണം? 6 6